മതത്തിന്റെ സമുന്നതമായ സന്ദേശങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വഹാബിസം, കാപട്യത്തിന്റെ കപടമുഖം മൂടി ധരിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ പിച്ചിച്ചീന്താൻ ശ്രമിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരുടെ കപടമുഖം മൂടി തകർത്ത് തരിപ്പണമാക്കുന്ന രംഗങ്ങൾ രണ്ടത്താണി നുസ്രത്ത് ദഅവ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കീഴിലുള്ള ഐഡിയൽ ഫോഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വഹാബികളുടെ പുത്തൻ നുണകൾ. حبيبا دمديني حبيبا ساحر ياديگی زمائے دبلتان عرفا وجود بندی بلیگی زمائے دمديني حبيبا دمديني حبيبا شپارزی کڑی گمزا شنڈے میں اچھی ننارن پشان جڑی گمزا دمديني حبيبا شپارزی کڑی گمزا. ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട നുണനിർമ്മാണ ഫാക്ടറിയാണ് വഹാബിസം. നുണകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ച് മൊത്തമായും ചില്ലറയായും ചിലവഴിക്കുന്നതിൽ വഹാബിസത്തിന്റെ മിടുക്ക് വേറെ തന്നെയാണ്. അതിൽ കൗതുകപ്പെടേണ്ടതില്ല. ഒരു പ്രവചനത്തിന്റെ പുലർച്ചയാണത്. ലോകഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേട്ടിട്ടില്ലാത്ത വാദഗതികളുമായി കബളിപ്പിക്കൽ വീരന്മാരായ മഹാനുണയന്മാർ നിങ്ങളെ സമീപിക്കും. അവരെ സൂക്ഷിക്കുക, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. കളവ് പറയണ പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. പക്ഷേ എങ്ങനെ നിർത്തിവെക്കും? പുത്തൻ നുണകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ നുണപറയൽ മത്സരങ്ങൾ നടക്കുകയാണ്. നുണപറയൽ മത്സരത്തിൽ പങ്കെടുത്ത് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട വഹാബി ഖത്തീബ് കൂടിയായ അബ്ദുറഹ്മാൻ മൗലവി തനിക്ക് കിട്ടിയ സമ്മാനവുമായി അനുഭവം പങ്കുവെക്കുന്നു. മുജാഹിദുകൾ എന്നുള്ളവർക്ക് കളവ് മത്സരം ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് 6ഓളം സോപ്പും പെട്ടി, അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ്. പക്ഷേ കളവുകൾ പാമരന്മാർക്ക് മുമ്പിൽ മാത്രമേ വിലപ്പോവുകയുള്ളൂ. സംവാദങ്ങളിലും കോടതികളിലും അത് പിടികൂടപ്പെടും. കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ പിഴയടക്കേണ്ടി വന്ന ഒരേയൊരു മുസ്ലിം പണ്ഡിതനെക്കുറിച്ച് കേരളത്തിനറിയൂ. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അത്. എവിടെ നിന്ന് കിട്ടിയതായിരിക്കും ആ 2000 രൂപ? കരിമ്പിലാക്കൽ മറുപടി പറയുന്നു. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴ അടച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴ അടച്ചത് എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. ആ 2000 രൂപ എവിടെ കിട്ടിയതായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, ഈ നുണ പറയൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് പെട്ടികൾ തൂക്കി വിറ്റ് കിട്ടിയ 2000 രൂപ. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ, മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. പറഞ്ഞു. ഓരോ സംവാദങ്ങളും വഹാബികളുടെ കളവുകൾ സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഉളുപ്പ് തീരെയില്ലാത്തവർ സംവാദങ്ങളിൽ തങ്ങളാണ് വിജയിച്ചതെന്ന് പച്ച നുണ പറഞ്ഞു. ഇത് 1983 ജൂലൈ മാസത്തെ സൽസബീൽ മാസിക കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ
പ്രതികരണങ്ങൾ. ഞങ്ങൾ ഇതുവരെ നേതാവായി അംഗീകരിച്ചിരുന്ന ബഹു കെ ഉമർ മൗലവി അറിയുവാൻ. മുജാഹിദിന്റെ മുൻ അനുഭാവികൾ എഴുതുന്നത്, കൊട്ടപ്പുറം വെച്ച് നടന്ന സംവാദത്തിൽ ശിർക്കിന്റെ നിർവചനം എന്തെന്ന് പോലും വ്യക്തമായി പറയാൻ നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചില്ല എന്നത് നഗ്ന സത്യമാണ്. പ്രസ്തുത സംഘടനയിൽ സത്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രസ്തുത സംഘടനയെ ഞങ്ങൾ തൂത്തെറിഞ്ഞ് യഥാർത്ഥ സംഘടനയായ അഹ്ലുസുന്നത്തിൽ അഥവാ സുന്നിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ച സന്തോഷവാർത്ത നിന്നെയും സഹപ്രവർത്തകരെയും ഞങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഈ സത്യം മനസ്സിലാക്കാൻ വഹാബി പണ്ഡിതന്മാർക്ക് 25 വർഷമെടുക്കേണ്ടി വന്നു. അന്ന് സുന്നികൾക്കെതിരെ വഹാബി സ്റ്റേജിലിരുന്ന ഇപ്പോഴും വഹാബികളുടെ മഹാനായ മുഹദ്ദിസ് ഈ സംവാദത്തെ വിലയിരുത്തി ഈ അടുത്ത് സംസാരിച്ചത് കേൾക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായ വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായ വിജയമൊന്നും കിട്ടിയില്ല. അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്. വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ കുറച്ച് പരാജയം സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങി നിന്നിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചെത്തിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജിൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയത് ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റു അലിക്കുമായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഞങ്ങൾ ആപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലാണ് ആ സമയത്ത് വരിക. അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ നിന്ന്. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കോട്ടപ്പുറം. പണ്ഡിതോചിതമായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതമായിട്ടും ഇതായിട്ടില്ല. അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ വാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ളൊരു ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുലിദൂല്ലീന സാമത്തും പിന്നെ അതിമ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തിവൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കന്മാരും കൂടുതൽ ബാധിച്ച ഇതി തങ്ങളെ കേട്ടണമെന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറയില്ല. ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കേട്ടാതിരിക്കുന്നതാ. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുടിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പത് വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതെന്ന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബിന് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇബിന് ചെറിയ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തിനും എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന്